ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇത് ഈസ്റ്റർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യലായിട്ട് ഒരെണ്ണം ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുകയാണ്. അപ്പോൾ കുറേ അബദ്ധങ്ങളും തെറ്റുമൊക്കെ പറ്റുന്നതായിരിക്കും, കുറച്ച് ലാഗൊക്കെ കാണും. സോ ഗൈസ് ലാഗില്ലാതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വേറെ വല്ലതും ട്രിക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇത് പ്രീ റെക്കോർഡാണ്, അല്ലാതെ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു ഫയല് പോയി ഗൈസ്. സോ അപ്പോൾ ഗൈസ് നമുക്ക് ഇതിപ്പോൾ ലോഡാവുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ വേറെ രീതിയിൽ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുമ്പിലൊക്കെ ഇട്ടിട്ടാണ്ട് ഇത് കൂട്ടി ഇങ്ങനെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇത് കണ്ടു ഗൈസ്, അതുകൂട്ടൊക്കെ കാണുന്നത്. ഗൈസ് നമുക്ക് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ഗ്രാഫിക്സൊക്കെ കൂട്ടി വെച്ചായിരുന്നു, പിന്നെ റെൻഡർ ഡിസ്റ്റൻസും ഒക്കെ കൂട്ടിയായിരുന്നു. എല്ലാം ഓണാക്കിയൊക്കെ വെച്ചു. അതുകൊണ്ടായിരിക്കും ഇത്ര ലാഗ് വന്നേ. ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഗൈസ് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ മരം അങ്ങോട്ട് വെട്ടുക. മരം വെട്ടിയതിന് ശേഷം നമ്മുടെ സുധി ചേട്ടൻ പറയുന്നത് കൂട്ട് ഏറ്റവും ആദ്യത്തെ മരം മാത്രം എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കുക. അതുകൊണ്ട് നമുക്കൊരു ഈ മരത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സിംഹാസനം പണിത് കൊടുക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ ഡേർട്ട് ഉണ്ടായതുകൊണ്ട് ഡേർട്ട് വെച്ചിട്ട് നമുക്ക് പണിത് കൊടുക്കാം തൽക്കാലം. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ മരം വെട്ടിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ബാക്കിയുള്ള ടൂൾസ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചുമന്ന ബട്ടൺ കാണുന്നതായിരിക്കും, അതാണ് സബ്സ്ക്രൈബ് ബട്ടൺ. അതൊന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നമ്മൾ ഈ ട്രീസൊക്കെ കട്ട് ചെയ്യുക, എന്ന് പറഞ്ഞാൽ മരം വെട്ടുക. എന്നിട്ട് അതിങ്ങനെ പ്ലാങ്ക് ആക്കിയതിന് ശേഷം എന്താണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ വെച്ചാൽ മതി. അതുകൊണ്ട് അവിടെ ആയിട്ട് സൈഡിൽ ഒരു ബുക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ ആ ബുക്കിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി മൈൻ ചെയ്യണം. നമ്മളിപ്പോൾ തൽക്കാലം പിക്കാക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് മൈൻ ചെയ്യാം. അങ്ങനെ ഗൈസ് കുറച്ച് മൈൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഡേർട്ടൊക്കെ നമ്മുടെ കൈ കൊണ്ടൊക്കെ മൈൻ ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് സ്റ്റോണ്. ഇത് നമ്മൾ ഈ സാധാ പിക്കാക്സ് വെച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? കുബിൾ സ്റ്റോൺ കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്റ്റോണേജ് എന്നും പറഞ്ഞ് കാണും. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ വുഡൻ പിക്കാക്സ് വെച്ച് മുറിക്കുന്നതുകൊണ്ട് ഇത്രയും പതിയെ മുറിക്കുന്നത് നമുക്ക് കുറേ നേരം എടുക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ ചുമന്ന ബ്ലോക്ക് കാണുന്നതായിരിക്കും, അതെന്ന് പറഞ്ഞാൽ വേറൊരു ബ്ലോക്കാണ്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ കുബിൾ സ്റ്റോൺ എടുക്കുക, എന്നിട്ട് ഇതാണ്ട് സ്റ്റോണ് ഇവിടെ ഇതിനകത്ത് ആ ബുക്കിനകത്ത് കാണുന്നതായിരിക്കും. ഞാനിപ്പോൾ വലിയ കളിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്വയം അങ്ങ് ഉണ്ടാക്കുവാണ്. ആദ്യമേ നമുക്കൊരു ആക്സ്, പിന്നെ ഒരു പിക്കാക്സ്. ഞാനൊരു കാര്യം പറയാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ വുഡൻ്റെ പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ കുബിൾ സ്റ്റോൺ മൈൻ ചെയ്ത ശേഷം വേണം ഈ എല്ലാ ഇതൊക്കെ ഉണ്ടാക്കാൻ, ടൂൾസും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുബിൾ സ്റ്റോൺ വെച്ചിട്ട് ആർമർ ഉണ്ടാക്കാൻ പറ്റില്ല, ടൂൾസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് റീലോഡ് ആയിട്ടുണ്ട്, ഒരു കുഴപ്പം പറ്റിയതാണ്. ഓക്കെ, ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ നമുക്ക് ഇപ്പോൾ കുറച്ച് ശരിയായിട്ടുണ്ട്. ഓക്കെ, ലാഗ് അടിക്കുകയാണ് ഗൈസ്. നമുക്കിതിനെ അങ്ങ് തല്ലിക്കൊല്ലാം, എന്നിട്ട് അതിനെ അങ്ങ് കഴിക്കാം.
നമുക്ക് ഈ ഷീപ്പിനെയൊക്കെ തല്ലി കൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൂള് കിട്ടും. ആ വൂള് വെച്ചിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കി എന്താ ചെയ്യും, നമുക്ക് രാത്രി സ്കിപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രാത്രിയാവും. അപ്പോൾ രാത്രിയാവുമ്പോഴേ സോംബീസൊക്കെ വന്ന് നമ്മളെ കൊല്ലും. എങ്ങനെയാ അങ്ങനെന്നും പറഞ്ഞ് നമ്മളെ കടിച്ച് കൊല്ലും. ഇങ്ങനത്തെ VFX എഫക്റ്റ് ഒന്നും ഇല്ല എങ്കിലും ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കുറച്ചും കൂടെ വുഡ് മൈൻ ചെയ്തിട്ട് ഗൈസ് നമുക്ക് റെയ്ഡ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഗൈസ്, റെയ്ഡ് ഒരു മോൺസ്റ്റർ ആണോ? റെയ്ഡിനെ മോൺസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ റെയ്ഡൊക്കെ എന്തൊക്കെയാണ് സംഭവം ഞാൻ പിന്നെ വരുന്ന എപ്പിസോഡ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലേ ആയിട്ടല്ല, ഇതിപ്പോൾ ട്യൂട്ടോറിയലായിട്ടല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ലെറ്റ്സ് പ്ലേക്കകത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത റെയ്ഡ് കൊല്ലാം. ഭാഗ്യം ഗൈസ്, ഹാഫ് HP ഗൈസ്. കുറച്ച് ഇതൊക്കെ കഴിക്കട്ടെ, റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബെഡ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് റീസ്പോൺ പോയിന്റ് സെറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മരിച്ചു കഴിഞ്ഞാലും അവിടേക്ക് ആ ബെഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ക്രാഫ്റ്റിൻ്റെകളൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. നമ്മൾ നേരത്തെ പോയ ആ സ്ഥലത്തേക്കൊന്ന് പോവാം. എന്നിട്ട് നമുക്ക് ഇനി കോഡ്സ്, ഇതാണ് കോർഡിനേറ്റ്സ്. അതുകൊണ്ട് ഈ XYZ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. 2 പാരഗ്രാഫായിട്ട് 3 പാരഗ്രാഫ് കാണുന്നതായിരിക്കും. അതിനകത്ത് രണ്ടാമത്തെ പാരഗ്രാഫിനകത്താണ് XYZ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഹാഫ് HP ഉണ്ടായതുകൊണ്ട് നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തത് ഭാഗ്യം. കണ്ടോ ഗൈസ്, നമ്മളിപ്പോൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മരിച്ചപ്പോഴും അവിടെ തന്നെ വന്ന് പുനർജീവിച്ചു. നമുക്ക് ഈ റെയ്ഡിനെ തല്ലിക്കൊല്ലാം, അല്ലെങ്കിൽ നമ്മളെ പിന്നെയും കില്ല് ചെയ്യും. ഓക്കെ ഗൈസ്, ഓക്കെ കൊന്നിട്ടുണ്ട്. നമുക്ക് ഭാഗ്യം. ഇങ്ങനെ നമുക്ക് ബെഡെല്ലാം പൊട്ടിച്ചെടുക്കുക, കോബിൾ സ്റ്റോൺ എടുക്കുക, ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് എല്ലായിടത്ത് മാറ്റമൊക്കെ ഇനിയൊക്കെ ഇതൊക്കെ ഭയങ്കര ഷോർട്ട് കട്ട് കീസ് വഴിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഷോർട്ട് കട്ട് കീസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ബെഡൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഇല്ലായിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഭയങ്കര കുറവ് ക്ലാരിറ്റിയൊക്കെ ആയിരിക്കും. ക്ഷമിക്കൂ ഗൈസ്, എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇതിനി അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നല്ലോണക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് HD ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അതിനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എത്ര സമയമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ഇപ്പോൾ ഒരു 9 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ പോട്ടെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് പോകുമ്പോൾ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും അടിച്ചു കളയുന്നില്ല, ഒരു കാര്യവും നമ്മൾ മാറ്റുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നില്ല. ഇത് ഫുൾ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് അടിയിലേക്ക് മൈൻ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ മൈൻ ചെയ്ത് വരുമ്പോൾ എനിക്ക് പോലും ഒന്നും കാണത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കാണുന്നതായിരിക്കും. എൻ്റെ കാക്കയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാക്ക. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ കോള് കിട്ടിയിട്ടുണ്ട്. കോള് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോള് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഗൈസ് ഈ കോളെല്ലാം മൈൻ ചെയ്യുവാണ് ഞാനിപ്പോൾ.
നിങ്ങൾക്കിപ്പോൾ കോർഡിനേറ്റ്സൊക്കെ കിട്ടിയോ? 3 ലെഫ്റ്റ് സൈഡിൽ 3 പാരഗ്രാഫായിട്ട് കാണാം. അതിനകത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ആദ്യം കിടക്കുന്നത് XYZ എന്നും പറഞ്ഞ് കാണാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ XYZ എന്നിട്ട് 2 ഡോട്ട്, എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, എന്നിട്ട് 184 എന്നിട്ട് പോയിൻ്റ് ഇത്. ഓക്കെ, അങ്ങനെ കുറേ എണ്ണം കാണുന്നുണ്ട്. എന്നിട്ട് ഒരു ബാർ 56, 57 അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട്, നൈറ്റ് ആവാറായിട്ടുണ്ട്. നമുക്ക് ഇപ്പം നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെഡ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ സോംബീസ് വന്ന് നമ്മളെ അറിഞ്ഞും പുറഞ്ഞ് കടിക്കുന്നതായിരിക്കും, കടിച്ച് കൊല്ലുന്നതായിരിക്കും. സോ നമുക്ക് നൈറ്റ് ആയിട്ടുണ്ട്, കയറി കിടന്നുറങ്ങാം. സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, രാവിലെ ആയി. ഓക്കെ, ഇനി നമ്മുടെ സാധനങ്ങളെല്ലാം ഒരിടത്ത് വെക്കണമല്ലോ. ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഒന്ന് കൂടുമല്ലോ. കോൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മുടെ ഈ മീറ്റ് എടുത്ത് വെക്കുക, റോ മീറ്റ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഈ കുതിര ഒന്ന് കൊല്ലാം. ഈ കുതിരയെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ലെതർ കിട്ടുന്നതായിരിക്കും. ലെതർ വെച്ചിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം, മറ്റേ ബുക്ക് ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെതർ നല്ല ഒരാവശ്യം തന്നെയാണ്. ബുക്ക് വെച്ചിട്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ടാക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ തപ്പി നോക്കുവാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമോ. കിട്ടി, ഷീപ്പ് പിഷ്കിയാവും. അയ്യോ, റെയ്ഡ് ഗൈസ്, അയ്യോ റെയ്ഡ്. ഞാൻ ചത്ത്. ഓ ഗൈസ്, ഞാൻ ചത്തുപോയി ഗൈസ്. കഷ്ടമാണ്. റെയ്ഡ് കാരണം ഇത്രയും വലിയ കുഴപ്പമാണ്. ഇനി എന്തോ ചെയ്യും? നിന്റെ സാധനങ്ങളെല്ലാം പോയോ? ഇതിനെ ഒന്നൊന്നിനെ ആയിട്ട് ഇങ്ങനെ പതിയെ കൊന്നു നോക്കാം. എൻ്റെ സാധനങ്ങളെല്ലാം പോയി ഗൈസ്. നമുക്ക് മാക്സിമം സാധനങ്ങളൊന്നും കിട്ടട്ടെ. നമുക്ക് ദൂരെ അങ്ങ് പോവാം. ദൂരെ പോയിട്ട് ബാറ്ററി ഇല്ല, ചാർജ് ഇല്ല ഗൈസ്. നമുക്ക് ചാർജ് ഒന്ന് കുത്തിയിട്ടെ. ഓക്കെ, ചാർജ് കുത്തിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അടിക്കുന്നുണ്ട് ഗൈസ്. അടിച്ച് കൊന്ന് ഗൈസ്. ചാർജർ ഞാനിപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ഗൈസ്, ഇത്രയും നേരം കൊണ്ട്. അപ്പോഴത്തേങ്ങനെ കൊന്നു ഗൈസ്. ഇപ്പോഴും അതാണ്ട വന്നിട്ടുണ്ട്. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാർജിങ് ആവുന്നുണ്ട്. ഞാൻ വന്നിട്ടുമുണ്ട്. നമുക്ക് പഴയ ഐറ്റംസൊക്കെ എടുക്കണം. എല്ലാ ഐറ്റംസും ഒന്ന് എടുത്തിട്ട് വരാം ഗൈസ്. ഡോണ്ട് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് ഒന്ന് എടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. കുറേ നേരമായി ഗൈസ്. എന്തുവാണ്, ഈസ്റ്റർ ആണെന്നും പറഞ്ഞ് കുറേ നേരമായിട്ടുണ്ട് ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറേ കുഴപ്പങ്ങളും ലാഗും എല്ലാം ഉള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നതായിരിക്കും. നമുക്ക് ഇതിനെ ഒന്ന് കൊല്ലാം. ഇതിനെ കൊന്നാൽ ബാഡോമൻ കിട്ടുന്നതായിരിക്കും. കാരണം ഞാൻ 1.16.5 കളിക്കുന്നത്. വേറെ അതിനേക്കാൾ കൂടിയ വർഷം കളിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. ഇതിപ്പോൾ ഞാൻ 1.16.5 ഒപ്റ്റിഫൈനാണ് കളിക്കുന്നത്. മറ്റേ സ്റ്റെതസ്കോപ്പ് ഒന്നുമില്ല. സ്റ്റെതസ്കോപ്പ് ഒന്നുമില്ല. നമുക്കിനി ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് വെച്ചേക്കാം. നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എവിടെ? എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരിക്കും. അവിടെ കണ്ട് കുറച്ച് വീണില്ലായിരുന്നു. നമുക്ക് അവിടെ പോയി നോക്കട്ടെ. ഓക്കെ, അതാണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ സാധനങ്ങളുണ്ട്. നമ്മുടെ വുഡ്, പിന്നെ സീഡ് കിട്ടണം. സീഡ് അതുകൊണ്ട് ഇറച്ചി എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് ആ ചെസ്റ്റിനകത്ത് വെക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വക താങ്ക് യു ആൻഡ് ഹാപ്പി ഈസ്റ്റർ.
നമ്മുടെ വീഡിയോ വേണ്ടി ആണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ.